ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കുന്നത് 11/2/2026 കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഏറ്റവും കരുത്തേറിയ റോക്കറ്റ് ഏത്? ആരിയാൻ 64. ആരിയാൻ 64ൻ്റെ വിക്ഷേപണം നടക്കുന്നത് ഫ്രഞ്ച് ഗയാനിൽ വെച്ചാണ്. അടുത്തത് 2026 ഫെബ്രുവരി 25 വർഷം തികഞ്ഞ കണ്ണട എന്ന കവിത രചിച്ചത് ആരാണ്? കവി മുരുകൻ കാട്ടാക്കട. മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വേണം എന്ന കവിത പിറന്നത് കാട്ടാക്കടയിലെ കുച്ചപ്പുറം റൈസിംഗ് സ്റ്റാർ ഗ്രന്ഥശാലയിൽ വച്ചാണ്. ഗ്രന്ഥശാലയ്ക്ക് 60 വയസ്സും തികഞ്ഞു. സ്വകാര്യ സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്കായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച അപകട ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? രക്ഷാകവചം. നിയമവിരുദ്ധമായി സമ്പാദിച്ച പണം മറ്റൊരാൾക്കു വേണ്ടി കൈമാറ്റം ചെയ്യുന്ന വ്യക്തി അറിയപ്പെടുന്ന പേരെന്ത്? മണി മ്യൂൾ. ലോക ക്ലാസിക് സിനിമകൾ നാട്ടിൻപുറങ്ങളിൽ എത്തിക്കുന്നതിനായി ചലച്ചിത്ര അക്കാദമി ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? ടൂറിംഗ് ടാക്കീസ്. 2026 2020 ലോകകപ്പിൽ ന്യൂസിലാൻഡിനെതിരായി UAEക്കു വേണ്ടി അർദ്ധ സെഞ്ചുറി നേടിയ മലയാളി താരം ആരാണ്? അലിഷാൻ ഷറഫു. അലിഷാൻ ഷറഫു കണ്ണൂർ സ്വദേശിയാണ്. UAE അണ്ടർ-19 ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ ആയിട്ടുമുണ്ട്. മലയാളം മിഷൻ്റെ മികച്ച മലയാള ചാപ്റ്ററിങ്ങിനുള്ള കണിക്കൊന്ന പുരസ്കാരം നേടിയത് തെലങ്കാന ചാപ്റ്റർ. ഭാഷാ പ്രവർത്തനങ്ങൾക്ക് മികച്ച പിന്തുണ നൽകുന്ന മലയാളി പ്രവാസി സംഘടനയ്ക്കുള്ള സുഗതാഞ്ജലി പ്രവാസി പുരസ്കാരം കുവൈറ്റിലെ കേരള ആർട്സ് ലേണേഴ്സ് അസോസിയേഷന് ലഭിച്ചു. നിയമസഭാ സമ്മേളനത്തിൽ ബജറ്റ് ധനകാര്യ നടപടിക്രമങ്ങൾ ചർച്ചയില്ലാതെ പൂർത്തിയാക്കുന്ന നടപടി അറിയപ്പെടുന്ന പേരെന്ത്? ഗില്ലറ്റിൻ ചെയ്യുക. അടുത്തത് കേരള കാളിദാസ കേരളവർമ്മ സാംസ്കാരിക വേദിയുടെ 2026 പുരസ്കാരം നേടിയത് ആരാണ്?